നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഹലോ സർ. സൂര്യ എവിടെയാ? ഞാനിപ്പോ അങ്ങോട്ട് വന്നോണ്ടിരിക്കാ സർ. സേതുവേട്ടനെ കസ്റ്റഡിയിലെടുത്തത് അറിഞ്ഞു. അതെ സൂര്യ, പക്ഷേ ഞാനിപ്പോ വിളിച്ചത് മറ്റൊരു കാര്യം പറയാനാ. എന്താ സർ? ആ സുനിൽ ശർമ്മ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞ് സുനിലിന്റെ അച്ഛനും അമ്മയും ഇവിടെ ഒരു കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. മാനസയാണ് അവർക്ക് സംശയം എന്നാ കംപ്ലൈന്റ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഭാവനയും സൂര്യയും പറ്റിയും കംപ്ലൈന്റിൽ പറയുന്നുണ്ട്. അവരിപ്പോ അവിടെ ഉണ്ടോ സർ? ഉണ്ട് സൂര്യ, അവരകത്തുണ്ട്. ഞാനല്പം മാറി നിന്നിട്ടാ വിളിക്കുന്നേ. കംപ്ലൈന്റിന്റെ രീതി വെച്ച് നോക്കുമ്പോ മാനസയെ കസ്റ്റഡിയിൽ എടുക്കേണ്ടി വരും. ഭാവനയും സൂര്യയും വരേണ്ടി വരും. സംഗതി മാൻ മിസ്സിംഗ് കേസല്ലേ? അങ്ങനെയാണെങ്കിൽ അവരെ തൽക്കാലം അവിടെ നിന്ന് വിടണ്ട സർ. എനിക്ക് സാറിനോടൊരു കാര്യം പറയാനുണ്ട്. എന്താ സൂര്യ, വേറെന്തെങ്കിലും വിഷയമുണ്ടോ? അന്ന് ഭാവനയെ തട്ടിക്കൊണ്ടുപോയത് ഈ സുനിൽ ശർമ്മയുടെ അച്ഛനും അമ്മയാ. എന്താ സൂര്യ, എന്തൊക്കെയാ പറയുന്നേ? എല്ലാം ഞാൻ വന്നിട്ട് പറയാം സർ. ഭാവനെ ഞാനൊന്ന് വിളിക്കട്ടെ. ഓക്കെ സൂര്യ, ശരി. സൂര്യ എന്തായി? ഞാൻ സ്റ്റേഷനിലേക്ക് പോകുന്നേ ഉള്ളൂ ഭാവന. SI സാർ ഇപ്പൊ വിളിച്ചിരുന്നു. വേറൊരു പ്രശ്നം കൂടിയുണ്ട്. എന്താ സൂര്യ? സുനിൽ ശർമ്മ മിസ്സിംഗ് ആണെന്നും പറഞ്ഞ് മഹേന്ദ്ര ശർമ്മയും ഭാര്യയും കൂടി അവിടെ കംപ്ലൈന്റ് കൊടുക്കാൻ വന്നിട്ടുണ്ട്. മാനസ അറിയാതെ സുനിൽ എങ്ങും പോയില്ലെന്ന് അവര് വ്യക്തമായി കംപ്ലൈന്റിൽ പറഞ്ഞിരിക്കുക. അതുകൊണ്ട് SI സാർ എന്നെ വിളിച്ചത്. അതിപ്പോ പ്രശ്നമാവുമല്ലോ സൂര്യ. മാനസിക ഈ അവസ്ഥയില് സ്റ്റേഷനിലും കോടതിയിലും ഒക്കെ കയറി ഇറങ്ങേണ്ടി വരില്ലേ? ഞാൻ എന്തായാലും തിരിച്ചൊരു പണി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് SI അവരെ വിടാതെ അവിടെ നിർത്തിയിരിക്കുക. താൻ വന്നാലേ അവർക്കിനി പോവാൻ പറ്റും. മനസ്സിലായില്ല സൂര്യ, ഞാൻ എന്തിനാ അങ്ങോട്ട് വരുന്നേ? മഹേന്ദ്ര ശർമ്മയും ഭാര്യയും ചേർന്നാണ് തന്നെ കിഡ്നാപ്പ് ചെയ്തെന്ന് ഞാൻ അങ്ങ് പറഞ്ഞു. അതെന്തായാലും വേണ്ടായിരുന്നു സൂര്യ. വേണം ഭാവന. ഇത്രയും നാളും നമ്മൾ അത് ആരോടും പറഞ്ഞില്ലല്ലോ. ഇപ്പൊ അവരിങ്ങനെ ഒരു പരാതി കൊടുത്ത സ്ഥിതിക്ക് SI ഇവരെ അറിഞ്ഞിരിക്കണം. തന്നെ കാണാനില്ലെന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്ത പരാതി SIയുടെ മുന്നിലുണ്ടല്ലോ. അതുകൊണ്ട് SI പറഞ്ഞത് തന്നെ കൂട്ടിക്കൊണ്ടുവരാൻ. താൻ വന്ന് പരാതി ഇല്ലെന്ന് പറഞ്ഞാലേ അവരെ വിടൂ. താമ്പാ, സേതുവേട്ടനെ നമുക്ക് ഇറക്കണ്ടേ? ശരി സൂര്യ, ഞാൻ ഇപ്പൊ തന്നെ വരാം. ശരി. നീ എവിടെ പോകുന്നു? എന്താ? ആ സുനിൽ ശർമ്മയുടെ അച്ഛനും അമ്മയും കൂടി മാനസയാണ് സുനിലിനെ കാണാതായതിന് പിന്നിലെന്ന് കേസ് കൊടുത്തു. അവള് കോടതി കയറി ഇറങ്ങി നമ്മളെല്ലാം അത് ബാധിക്കും അമ്മ. അവളുടെ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്നൊക്കെ കോടതിയിൽ പറയേണ്ടി വരും. അതൊക്കെ ഒരു പെണ്ണിന്റെ സ്വകാര്യതയല്ലേ ഭാവന? പക്ഷേ അവകാശികളും തർക്കമൊക്കെ വന്നു കഴിഞ്ഞാൽ പറഞ്ഞല്ലേ പറ്റും അയച്ചി. അവിടെ സൂര്യയുടെ ഇമേജ് അല്ലേ പോകുന്നത്. ഇതെന്താ മോളെ ഇത്? ഒരു തലവേദന മാറുമ്പോൾ മറ്റൊരു തലവേദന. ഇതിനൊരു പരിഹാരം ഉണ്ടാവണമെങ്കിൽ മാനസയുടെ ഡെലിവറി കഴിയണമേ. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പോകുന്നു? ഞാനൊന്ന് സ്റ്റേഷനിലേക്ക് പോയിട്ട് വരാം. സൂര്യ പറഞ്ഞതാ, സേതുവിനെ ഇറക്കാൻ പറ്റുമെങ്കിൽ ഇറക്കാമല്ലോ. ഇനിയിപ്പോ വരുന്നിടത്ത് വെച്ച് കാണാമേ. അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനോ? ഞാനൊന്ന് പോയി റെഡി ആയിട്ട് വരട്ടെ. റെസ്റ്റ് എടുക്കേണ്ട സമയത്താണ് ഈ പെണ്ണ് കിടന്നിങ്ങനെ ഓടുന്നത്. ഇത് നല്ലതല്ല മായേ. ഓരോന്ന് വന്നപ്പെട്ട എന്ത് ചെയ്യാനൊക്കെ ഉമ്മേ? എന്താ മോളെ? അങ്കിൾ, സൂര്യ ഇപ്പൊ എന്നെ വിളിച്ചിരുന്നു. എന്തെങ്കിലും വിഷയമുണ്ടോ? ഉണ്ട് അങ്കിൾ. സുനിൽ ശർമ്മയെ കാണാനില്ലെന്ന് പറഞ്ഞ ആ മഹേന്ദ്ര ശർമ്മയും ഭാര്യയും പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തു. അവരത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നല്ലോ. അതല്ല അങ്കിൾ വിഷയം. അവർക്ക് മാനസയാണ് സംശയം എന്ന് പറഞ്ഞാ കേസ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ വരുമ്പോ മാനസയെ അവർ ചോദ്യം ചെയ്യും. മാനസയെ ചോദ്യം ചെയ്യുമ്പോ അത് മാനസയെ സംരക്ഷിക്കുന്നവരെയും ബാധിക്കും. അതിനിപ്പോ നമുക്ക് എന്ത് ചെയ്യാനൊക്കെ മോളെ? മാനസക്ക് അറിയാവുന്ന കാര്യങ്ങൾ അവള് പോലീസിനോട് പറയട്ടെ. എന്നാലും ആന്റിയോട് അങ്കിൾ ഈ വിവരം ഒന്ന് പറഞ്ഞേക്കണം. ആന്റി തന്നെ മാനസയ്ക്കൊരു മുന്നറിയിപ്പ് കൊടുക്കട്ടെ. മാനസയുടെ അവസ്ഥ എല്ലാവർക്കും അറിയാലോ. അപ്പൊ പിന്നെ പോലീസ് വിളിപ്പിച്ച
ആന്റി തന്നെ കൂടെ പോയേണ്ടി വരും. അവളാണല്ലോ ഇതിപ്പം എല്ലാം ഇവിടെ കൊണ്ട് എത്തിച്ചേ. അപ്പൊ പിന്നെ വരുന്ന അവൾ തന്നെ നേരിടട്ടെ. അങ്ങനെ പറഞ്ഞ് നമുക്ക് കൈയൊഴിയാൻ പറ്റില്ല അങ്കിൾ. ഒന്നാമതേ ഇതൊരു മാൻ മിസ്സിംഗ് കേസാ. സുനിൽ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് പോലും ആർക്കും അറിയില്ല. അപ്പൊ പിന്നെ മാനസി അത് കാര്യമായിട്ട് ബാധിക്കും. അങ്കിൾ, ഞാൻ എന്തായാലും സ്റ്റേഷൻ വരെ ഒന്ന് പോവാ, പിന്നെ വിളിക്കാം. ഓക്കെ, ശരി മോളെ. ഓക്കെ അങ്കിൾ. എന്താ ദേവേട്ടാ? ഭാവനയെ വിളിച്ചേ. സുനിൽ ശർമ്മയെ കാണാനില്ലെന്ന് പറഞ്ഞ് മഹേന്ദ്ര ശർമ്മ കേസ് കൊടുത്തിരിക്കുന്നു. മാനസ ഇതിൽ സംശയമുണ്ടെന്ന് പറഞ്ഞിട്ടാ കേസ് കൊടുത്തിരിക്കുന്നത്. ഈശ്വര, അതിന് മാനസ എന്ത് ചെയ്തു? അവൾ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോലും പോവാറില്ലല്ലോ ദേവേട്ടാ. അത് നമ്മുടെ ന്യായം. പക്ഷെ അവർക്കത് ബോധ്യമാവണമെങ്കിൽ വ്യക്തമായിട്ടുള്ള തെളിവുകൾ വേണം. പല നേതാക്കന്മാർ ഇടപെടാൻ സാധ്യതയുള്ള കേസായത്. മാനസ മോളെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കോ ദേവേട്ടാ? അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. സുനിൽ ആരൊക്കെയായിട്ട് ബന്ധമുണ്ടോ അവരെല്ലാം ചോദ്യം ചെയ്യും. ഇവിടെ വന്നാൽ ചിലപ്പോ നിന്നെ എന്നെ വരെ ചോദ്യം ചെയ്തിരിക്കും. ഇനിയിപ്പോ സുനിലിന് പിന്നാലെ ആവില്ല പോലീസ്, മാനസയുടെ പിന്നാലെ ആയിരിക്കും. നീ ഇപ്പൊ തന്നെ നമ്മളോട് ഈ കാര്യം പറഞ്ഞേക്ക്. ഇപ്പോഴേ അറിഞ്ഞിരുന്നാല് പിന്നെ ടെൻഷൻ അടിക്കണല്ലോ. എന്നിട്ട് സുനിലിനെ ജീവനോട് കിട്ടാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറയാം. എന്തായാലും മാനസ മാത്രമല്ല, നമ്മളും ചിലപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ടേക്കും. അതെന്തിനാ? മാനസ ഈ വീട്ടിൽ താമസിക്കുമ്പോഴാണല്ലോ മാനസയെ കാണാൻ അയാൾ നാട്ടിലേക്ക് വന്നേ. അപ്പൊ പിന്നെ ഇവിടെ ഉള്ളവരെയും പോലീസിനും ചോദ്യം ചെയ്യാം. ഓരോരോ പൊയ്യാവലുകൾ തലയിൽ കയറ്റി വെക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു. ഇങ്ങനെയുള്ള പലതും നേരിടേണ്ടി വരുന്നു. അപ്പോ നിങ്ങൾ നിയമവിരുദ്ധമായിട്ടൊരു അന്വേഷണം നടത്തിയിട്ടാണല്ലേ ഇപ്പൊ ഈ കംപ്ലൈന്റുമായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്? കൊള്ളാം. ഭാവനയെ കിഡ്നാപ്പ് ചെയ്ത് മാനസികമായി പീഡിപ്പിച്ചിട്ട് ഇപ്പൊ ഭാവനയെ കൂടെ പ്രതിയെടുത്ത് കേസ് തന്നിരിക്കുകയാണല്ലേ. ഞങ്ങൾ ഭാവനയെ കിഡ്നാപ്പ് ചെയ്ത് ആരാണെന്ന് അന്വേഷിക്കുമ്പോ നിങ്ങൾ ഒന്നും അറിയാത്തതുപോലെ ഞങ്ങളുടെ കൺമുന്നിൽ തന്നെ ഉണ്ടായിരുന്നു അല്ലേ? സാർ, അതൊരു പ്രത്യേക സാഹചര്യത്തിൽ പറ്റിപ്പോയതാണ്. ഗർഭിണിയായ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോകുന്നതാണോ ഈ പ്രത്യേക സാഹചര്യം? എന്തായാലും ഭാവനയും സൂര്യ വരട്ടെ. ആദ്യം ഈ കേസിന് ഒരു പരിഹാരം ഉണ്ടാക്കണം. സർ,